നമ്മളെപ്പോഴും പോലീസുകാരെ പുറത്തുനിന്ന് കാണുന്നതല്ലേ, പുറത്തുനിന്നാണല്ലോ കാണുന്നത്. പക്ഷേ അവരുടെ ലൈഫോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് കിട്ടാറില്ലല്ലോ. അല്ലെങ്കിൽ ഈ റോന്ത് എന്താണ്, അല്ലെങ്കിൽ അവരെ എന്താണ് പരിപാടി ചെയ്യണമെന്നുള്ളത് നമ്മൾ കൂടുതലും ന്യൂസിലേക്ക് കാണുന്നില്ല. പോലീസുകാരെന്ത് ചെയ്യുന്നു അത്ര അറിവുള്ളൂ. പക്ഷേ ഇത് ഒരു ഒരു മറ്റേ ഒരു പോലീസുകാരൻ തന്നെ ഷാഹിയുടെ മുന്നുള്ള തിരക്കഥകൾ നമുക്ക് അറിയാവുന്നതല്ല. അപ്പോൾ അദ്ദേഹം തന്നെ എഴുതിയ ഭയങ്കര സത്യസന്ധതയാണ്. അങ്ങനെ ഒരു എവിടെ ഒരു നേർക്കാഴ്ചയാണ്, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നൊരു വിഷയമുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ നമ്മൾ ഈ സാധാരണ ഇപ്പോൾ തിയേറ്ററിൽ കാണുന്ന പോലെ ഒച്ചപ്പാടും ബഹളമോ ലൗഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതൊന്നും ഇല്ല. അങ്ങനത്തെ സിനിമയല്ല ഇത്. ഭയങ്കര ജെന്യുവനായിട്ടുള്ള ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു നമുക്കിത് ഇങ്ങനെ ഇതൊരു നടന്ന സംഭവം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭയങ്കര രസകരമായിട്ടുള്ള സിനിമയാണ്. നല്ലതാണ്. എനിക്ക് തോന്നുന്നു മെയിൻ പരിപാടി തന്നെ നല്ല പെർഫോമൻസസ് ആണ് എല്ലാവരുടെയും. അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര സ്ക്രീൻ പ്ലേ, ഭയങ്കര തിരക്കഥാകൃത്തിൻ്റെ സിനിമ പോലത്തെ ഒരു സിനിമയാണ്. ഞാൻ ഇനിയിപ്പോൾ പെഡിക് ചെട്ടി എന്ന് പറഞ്ഞ സിനിമ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പോലീസാണ്. പക്ഷെ ഇതുപോലെ അല്ല, അത് കുറച്ചും കൂടെ ഹാർഡ് കോർ ആയിട്ടുള്ളൊരു കോമഡി സിനിമയാണ്. അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ഇമോഷണൽ ട്രിപ്പ് വരുന്ന സിനിമ. താങ്ക് യു. എനിക്കിഷ്ടമായി. എനിക്ക് ഷനിയുടെ പടങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ്. അപ്പം ഭയങ്കര ഷനിക്കപ്പോൾ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞു. താങ്ക് യു. സൈലന്റ് ആയിട്ട് വരുന്ന സിനിമയാണ് ഇപ്പോൾ കൂടുതൽ ഹിറ്റ് ആവുന്നത്. നല്ല രസമുണ്ട്. എല്ലാം തിയേറ്ററിൽ വന്ന് കാണട്ടെ. ഓക്കെ. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ എപ്പോഴും പോലീസിനെ കുറ്റം പറയാറുണ്ട് പല കാര്യങ്ങളും. ഞാൻ കാണുന്നത് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്ന സബ് ഇൻസ്പെക്ടേഴ്സും ഉണ്ട്, ഇൻസ്പെക്ടേഴ്സും ഉണ്ട്, കോൺസ്റ്റബിൾമാരും ഉണ്ട്, ഡ്രൈവർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനിടയിൽ നമ്മൾ കാണുന്ന കുറേ വൃത്തികെട്ടനെന്ന് പറഞ്ഞാൽ ഒരു നെറിയുമില്ലാത്ത 2%, 1% വരുന്ന പോലീസുകാരും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവൻ്റെ അവൻ അനുഭവിക്കുന്ന ഫാമിലി സംഘർഷങ്ങൾ, സ്വന്തം ഭാര്യയുടെ, കുട്ടിയുടെ, അമ്മയുടെ, ഇവരെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നോർമൽ കോൺസ്റ്റബിളായിട്ട് റോഷൻ വണ്ടർഫുള്ളി ആക്റ്റഡ്. ദിലീഷിനെ പിന്നെ ഒന്നും പറയാനില്ല. ദിലീഷ് പോത്തൻ ഡിഡ് ജസ്റ്റിസ് ടു ദറ്റ് ക്യാരക്ടർ ഓഫ് എ സബ് ഇൻസ്പെക്ടർ ഹൂ ഈസ് വെരി സിൻസിയറായിട്ട് സമൂഹത്തിൽ നമുക്ക് കാണാൻ വളരെ വിഷമമാണ്. കാരണം അവരെ നമ്മൾ അറിയാറില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ മറ്റവന് വേണ്ടി ഓശാന പാടുന്ന കുറേ യൂണിഫോം ഇട്ടിട്ട് പല റെക്കമെൻഡേഷനും അകത്ത് കയറിയിട്ടുള്ള ആളുകൾ ആയിട്ടുള്ള പോലീസുകാരെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം. എവറി വൺ ഷുഡ് വാച്ച് ഇറ്റ്. ഒരു പോലീസുകാരൻ്റെ മാനസിക സംഘർഷങ്ങൾ അറിയണമെങ്കിൽ ഈ പടം കാണും. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഒത്തു പറയാനില്ല, എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ. യൂഷ്വലി നമ്മളൊരു പോലീസ് സ്റ്റോറി എന്നൊക്കെ കാണുന്ന അല്ലെങ്കിൽ കണ്ട് പരിചയിച്ച ഒരു ആസ്പെക്റ്റിൽ മാറിയിട്ടുള്ള ഒരു സിനിമയാണ്. ആക്ച്വലി ഷാഹിയുടെ പടങ്ങൾക്ക് വരുമ്പോൾ നെഞ്ചുവേദന എടുക്കുമെന്നാണ് ഇപ്പോൾ സംശയം. ഭയങ്കര ഒരു ഹെവി ഹാർട്ട് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ. ബട്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു വേറെ ആസ്പെക്റ്റിൽ വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. സാധാരണ സിനിമകളിലെ പോലീസ് സ്റ്റോറീസ് നമ്മൾ കാണാത്ത തരം പോലീസുകാരുടെ ജീവിതങ്ങളാണ് എപ്പോഴും കാണിക്കാൻ ശ്രമിക്കാറുള്ളത്. അതെ, ഈ സിനിമയിലും അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. സിനിമയെ പറ്റി പറയുന്നത് പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ കുടുംബത്തിൽ ആഘോഷിക്കുമ്പോൾ